4K അറ്റ്മോസ് ആക്കാനാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ മാധവനെ പറ്റി. മാധ 4K അറ്റ്മോസ് ആക്കണം. അടിപൊളി. മാധയ്ക്ക് ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് ഉണ്ട്. ഒരു പക്ഷെ മാധുരിയേക്കാൾ കൂടുതൽ, രണ്ടും ചേട്ടന്റെ കുട്ടികൾ തന്നെയാണെങ്കിലും, മാധുര്യം വലത് കൈയും ഇടത് കൈയും ആണെങ്കിലും, പക്ഷെ മാധയ്ക്കാണ് ഫാൻ ബേസ് കൂടുതലും ആരാധകരും ഉള്ളത്. അതെന്ത് സാധനം? സാധനമല്ല, പത്രം. ഞാൻ അതിന്റെ പ്രിന്റർ കം പബ്ലിഷർ കം എഡിറ്റർ കം റിപ്പോർട്ട്. ഞാൻ താനാണ് കക്ഷിയല്ലേ? അതെ, ഞാനാണ് മാതാ മാധുര്യ തിയേറ്ററിൽ. അതിൽ മാതയില് പേട്രിയേറ്റ് കാണാൻ വന്നിരിക്കും. ഇതിനകത്ത് വരുന്നത് ക്രിസ്റ്റിയുടെ 2K സിനോൺ പ്രൊജക്ടർ ആണ്, ലാമ്പ് ബേസ്. പിന്നെ ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റം ആണ്. ഇതൊരു കിങ് സൈസ് തിയേറ്റർ ആയതുകൊണ്ട് തന്നെ നല്ല വിഷ്വൽ ട്രീറ്റ് ചെയ്യുന്ന സിനിമകൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ലഭിക്കണമെങ്കിൽ അതിനായിട്ട് ഈ തിയേറ്ററിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതാണ്. ഈ മാതാ സ്ക്രീൻ IMAX ആക്കണം, എപ്പിക് സ്ക്രീൻ ആക്കണം, PX സ്ക്രീൻ ആക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ് ഇത്. അറ്റ്ലീസ്റ്റ് ഹൈ എൻഡ് 2K 4K പ്രൊജക്ഷൻ ആക്കിയാൽ മതി. ഡോൾബി 7.1 എടുത്തു കളഞ്ഞിട്ട് ഡോൾബി അറ്റ്മോസ് ആക്കിയാൽ കൊള്ളാം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സിനിമ ഉണ്ടെങ്കിൽ ഈ തിയേറ്ററിന്റെ സാധ്യത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗംഭീര വിഷ്വൽ ട്രീറ്റ് നൽകാൻ സാധ്യതയുള്ള ഒരു സ്ക്രീനാണ് ഇത്. പക്ഷെ ഇവർ ഈ തിയേറ്ററിന് വേണ്ടി ഒരു അപ്ഡേഷനോ ഒരു മാറ്റമോ വരുത്തുന്നില്ല. സാധ്യതയുള്ള തിയേറ്റർ ആയിട്ട് ഇതിനകത്തൊന്നും ചെയ്യാത്തത് എനിക്ക് വളരെയധികം നിരാശയുണ്ട്. ആ പഴയ നൊസ്റ്റാൾജിയ സീറ്റ് എടുത്തു കളഞ്ഞിട്ട് പുതിയ നിലവാരത്തിലുള്ള കുറച്ചുകൂടി കുഷ്യനുള്ള സീറ്റുകൾ നൽകാവുന്നതാണ്. പിന്നെ സീറ്റുകളുടെ അറേഞ്ച്മെന്റ് സ്റ്റേഡിയം രീതിയിലോട്ട് മാറ്റുകയും വേണം. ഇവിടുത്തെ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ പാർക്കിംഗ് ഏരിയ സജ്ജീകരിക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്തുകയാണെങ്കിൽ എത്ര ആൾക്കാർ ഇവിടെ സിനിമ കാണാൻ വരുമെന്നറിയും. നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒരു തിയേറ്ററിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ അവിടെ വന്ന് സിനിമ കാണുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങൾ കൊണ്ടുവരുകൊണ്ട് എനിക്കൊരു ഗുണവുമില്ല. നിങ്ങൾക്കാണ് ഇതിന്റെ ഗുണവും ഇതിന്റെ സാധ്യതയും ലഭിക്കാൻ പോകുന്നത്. ഞാൻ എന്തോ ഒന്ന് പറയാൻ വിട്ടുപോയ കാര്യം വേറൊന്നുമല്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. മാധവിയുടെ തിരിച്ചു വരുന്നതിനായിട്ട് എത്ര പേര് കാത്തിരിക്കുന്നു എന്നും കൂടി കമന്റ് ചെയ്യുക.